ഫ്രണ്ട്സ്, നമ്മുടെ UPSC അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. CAPF ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ CAPF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് കമാൻഡൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 500 മുകളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഇതിന്റെ എക്സാം സ്കീം തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല അവസരമാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഫീമെയിൽ ആൻഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീമെയിലിനും SC/ST കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീയും കൊടുക്കേണ്ട. മറ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ് അപേക്ഷാ ഫീസൊക്കെ വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ആവശ്യമായ ലിങ്കുകൾ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയാൽ നമ്മുടെ അപേക്ഷകൾ റിജക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ BSF-ലേക്ക് 156 വേക്കൻസി, CERPF-ലേക്ക് നമുക്ക് 120 വേക്കൻസി, CISF-ലേക്ക് 100 വേക്കൻസി, ITBP-ലേക്ക് 58 വേക്കൻസി, SSB-യിൽ 42 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസിയുടെ ആ ഒരു മൊത്തം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇങ്ങനെ സെപ്പറേറ്റ് ഫീമെയിലിന് ഇത്രയും വേക്കൻസി അങ്ങനെയൊന്നുമില്ല. നമുക്ക് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് 24/4/2024 എന്ന് പറയുന്ന ഡേറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി 14 മെയ് 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് തിരുത്താനുള്ള മോഡിഫിക്കേഷൻ ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകളൊന്നും വരാതെ മാക്സിമം കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ 15/5/2024 മുതൽ 21/5/2024 വരെ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അതായത് ഗ്രാജുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആണെങ്കിലും നോൺ പ്രൊഫഷണൽ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഫൈനലിൽ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന UPSC എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫൈനലിൽ എക്സാം എഴുതി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല പോസ്റ്റാണ്, ഗ്രൂപ്പ് A പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു മെയ് 14 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ PSC-യിലൊക്കെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണ്ടല്ലോ. അതേപോലെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മളുടെ ഫോട്ടോയുടെ താഴെ നമ്മുടെ പേരും അതുപോലെ ഫോട്ടോ എടുത്ത് തീയതി ഉണ്ടാവുമല്ലോ, ആ തീയതി നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോട്ടോ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ തീയതി നമ്മൾ ആ രീതിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും, നമ്മുടെ ഈ പറയുന്ന അപേക്ഷ റിജക്റ്റ് ആവുന്ന പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ പാസ്പോർട്ട് ഫോട്ടോ എടുക്കുക, സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ അത് നീറ്റായിട്ട് ചെയ്യുക. നമ്മൾ മൊബൈൽ ആപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പിക്സലിൽ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അത് നമുക്ക് എഡിറ്റഡ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതല്ലാതെ നമുക്ക് ഈ ഫോട്ടോഷോപ്പിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡേറ്റ് നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റ് 10 ദിവസത്തിൻ്റെ ഉള്ളിലെടുത്ത് നമ്മൾ അപേക്ഷ നൽകുന്നതിൻ്റെ 10 ദിവസത്തിനുള്ളിലെടുത്ത ഫോട്ടോയുടെ ആ ഡേറ്റ് കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക, അതിന് താഴെ ഡേറ്റും മെൻഷൻ ചെയ്യുക കേട്ടോ. ആ രീതിയിലാണ് നമ്മളിതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതിൽ വിളിച്ചിരിക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്കും അതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കും അതുപോലെ ശാസ്ത്ര സീമാ ബൽ SSB-യിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറിയുടെ വേക്കൻസിയോടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന അസിസ്റ്റന്റ് കമാൻഡൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് A പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 506 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്, നമ്മൾ നോക്കണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യാം. എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ കൊച്ചിയിലും നമുക്ക് തിരുവനന്തപുരമാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ നമുക്ക് 2 ഭാഷയിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിലൊന്നും എക്സാം ഉണ്ടാവില്ല, ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മിനിമം ഏജ് 20 വയസ്സായിരിക്കണം, മാക്സിമം 25 വയസ്സ് കഴിയാനും പാടില്ല. അപ്പോൾ 1 ഓഗസ്റ്റ് 2024 എന്ന് പറയുന്ന ആ ഡേറ്റിലേക്കാണ് ഏജ് കണക്കാക്കുന്നത്. ആ ഡേറ്റിലേക്ക് നമുക്ക് മിനിമം 20 വയസ്സ് കഴിഞ്ഞിരിക്കുകയും അതോടൊപ്പം തന്നെ 25 വയസ്സ് കഴിയാനും പാടില്ല. ഇനി നിങ്ങൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും SC/ST OBC കാൻഡിഡേറ്റ്സിന്. ഓക്കെ,
പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BA, BSc, BCom, BE or BTech, നിങ്ങൾ BCA, നിങ്ങൾക്ക് പറഞ്ഞ ഏതെങ്കിലും, അതായത് ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, അത് ഇന്ന ഡിസിപ്ലിൻ അങ്ങനെയൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഫീ വരുന്നത് ഞാൻ പറഞ്ഞു SC ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, യാതൊരു ഫീസും ഇല്ല കേട്ടോ. SC ST കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ വേണ്ട. പിന്നെ OBC അതുപോലെ EWS അതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം 200 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്ക് വരുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് August 4 ഏകദേശം നടക്കുന്നതെന്നാണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ ഏകദേശം ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. വെറുതെ നമുക്ക് കിട്ടുന്ന പോസ്റ്റ് ഒന്നല്ല, നല്ല ടൈറ്റ് ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. നല്ല ഏതെങ്കിലും ബുക്കുകൾ വാങ്ങിയിട്ട് കോഴ്സ് ഒക്കെ എടുത്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ, നമ്മൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അവിടെ. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 2 പേപ്പറാണ് എക്സാം. പേപ്പർ 1 വരുന്നത് നമുക്ക് 10 AM to 12 noon വരെയാണ് എക്സാം ടൈം. പേപ്പർ 2 വരുന്നത് 2 PM മുതൽ 5 PM വരെയാണ് എക്സാം ടൈം കേട്ടോ. ഒരു ദിവസം തന്നെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക, പേപ്പർ 1ഉം 2ഉം. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ പേപ്പർ 1 ജനറൽ എബിലിറ്റി ആൻഡ് ഇന്റലിജൻസ് ആണ് 250 മാർക്ക് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ്. എന്നാൽ പേപ്പർ 2 വരുന്നത് ജനറൽ സ്റ്റഡീസ് എസ്എ ആൻഡ് കംപ്രൻഷൻ ആണ് 200 മാർക്ക്. ഇത് നിങ്ങൾക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞ് റിട്ടൺ എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. 100 മീറ്റർ നമുക്ക് ഓടണം. ആ 100 മീറ്റർ നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 16 സെക്കൻഡോട് നമ്മൾ ഓടിയെത്തണം. ഓക്കെ, ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 18 സെക്കൻഡ് ഓടിയെത്തിയാൽ മതി കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ഇവന്റ് അതാണ്. രണ്ടാമത്തെ നമുക്ക് ഈ പറയുന്ന 800 മീറ്റർ റൈസ് ഉണ്ട്. അത് നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 മിനിറ്റ് 45 സെക്കൻഡ് നിങ്ങൾക്ക് ടൈം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓടിയെത്തിയാൽ മതി. ഫസ്റ്റ് എത്തണമെന്നൊന്നുമില്ല, നിശ്ചയ ടൈം ഉണ്ട്, ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. ലോങ് ജമ്പ് ഉണ്ട്. ലോങ് ജമ്പ് 3.5 മീറ്റർ ആണ് മെയിലിന് ആണ് ഡിസ്റ്റൻസ് നമ്മൾ ചാടിയെത്തേണ്ടത്. അത് നമുക്ക് 3 ചാൻസ് ഉണ്ടാവും കേട്ടോ. എന്നാൽ ഈ ഓട്ടത്തിന് 2 നമുക്ക് ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടിയെത്തണം, ഇല്ലേ നമ്മൾ ഔട്ട് കേട്ടോ. എന്നാൽ ഈ ലോങ് ജമ്പ് ഇപ്പം നമുക്ക് 2 ഫെയിൽ ആയാലും 3ാമത്തേൽ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. ഈ നിശ്ചിത ഡിസ്റ്റൻസിലേക്ക് എത്തിയാൽ മതി. പിന്നെ ഷോർട്ട് പുട്ട് ആണെങ്കിൽ നമുക്ക് 7.26 kilograms വെയിറ്റ് ഉള്ളതാണ്. അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. 4.5 മീറ്റർ ആണ് നമുക്ക് അത് ജസ്റ്റ് നമ്മൾ ത്രോ ചെയ്യേണ്ടത്. അത് 3 ചാൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഫീമെയിലിന് ഷോർട്ട് പുട്ട് ഇല്ല, അവർക്ക് ഈ 2 ഓട്ടവും പിന്നെ ഈ പറയുന്ന ലോങ് ജമ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്. അപ്പം ഈ പറയുന്ന ലോങ് ജമ്പ് ആണെങ്കിലും ഷോർട്ട് പുട്ട് ആണെങ്കിൽ നമുക്ക് 3 എന്താണ് നമുക്ക് ഈ പറയുന്ന ചാൻസ് നമുക്ക് തരും. ആ 3 ചാൻസിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ വിൻ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അത് 150 മാർക്കിനാണ് വരിക. പിന്നെ നമുക്ക് ഈ പേപ്പർ 1 സിലബസ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്കീമോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. ജനറൽ മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, കറണ്ട് ഇവന്റ് ഓർ നാഷണൽ ഓർ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, പിന്നെ ഇന്ത്യ പൊളിറ്റി ആൻഡ് ഇക്കണോമി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൂടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആൻഡ് വേൾഡ്, ജിയോഗ്രഫി. പിന്നെ പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എസ് ആൻഡ് കംപ്രൻഷനിൽ വരുന്നവിടെ കൊണ്ട് പാർട്ട് എയും പാർട്ട് ബി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്കുകൾ നിങ്ങൾക്ക് വാങ്ങാം. ബുക്കുകൾ വാങ്ങിയിട്ട് നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്തരം കോമ്പറ്റീവ് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രാക്കിലേക്ക് വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ വലിയ ബുക്കൊന്നും വാങ്ങി നമ്മൾ എങ്ങനെ പഠിച്ചാലും അതിൻ്റെ ആ ട്രാക്കിലേക്ക് വരില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഏറ്റവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൻ്റെ സ്ട്രക്ചർ നോക്കുക. നമ്മൾ ഇനീഷ്യലി നമ്മൾ തുടങ്ങേണ്ടത് അതാണ്. PSC ആണെങ്കിലും UPSC ആണെങ്കിലും SSC ആണെങ്കിലും RRB ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഏത് സ്ഥാപനത്തിൽ പോകുകയാണെങ്കിൽ അവർ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി നമുക്ക് ഈ പറയുന്ന ഗൈഡിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. അല്ലാതെ നമ്മൾ വലിയൊരു 500-1000 പേജുള്ള ഗൈഡ് മൊത്തമായിട്ട് പഠിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി ആ ലെവലിൽ നമ്മൾ ഓരോ മേഖല മനസ്സിലാക്കി റിപ്പീറ്റഡ് ആയിട്ട് ഏതൊക്കെ മേഖല നിന്നാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗൈഡൊക്കെ വാങ്ങി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വാങ്ങി മൂലക്കിൽ വെക്കുള്ളൂ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ജസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. 81 സെൻറ്റിമീറ്റർ നോർമലിൽ, എക്സ്പാൻഷനിൽ ഒരു 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളൂ. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് അപ്ലിക്കബിൾ അല്ല, കാരണം ചെസ്റ്റിൻ്റെ കാര്യം അവർക്കില്ല. ഓക്കെ, അവർക്ക് ആ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഈ പറയുന്ന ഹൈറ്റ് മാത്രം നോക്കിയാൽ മതി. വെയിറ്റ് നോർമൽ മിനിമം നമുക്ക് 50 കിലോഗ്രാം മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ 46. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ഐസൈറ്റ് ആണ്. അത് ഡിസ്റ്റൻസ് വിഷനെ നിങ്ങൾക്ക് ബെറ്ററായും വോസായും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വിഷൻ മതി കേട്ടോ. ഓക്കെ, അത് ബെറ്റർ അല്ലെങ്കിൽ 6x6 അല്ലെങ്കിൽ 6x12 അല്ലെങ്കിൽ 6x9 അല്ലെങ്കിൽ 6x9 ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്ലാസ് അല്ലെങ്കിൽ LASIK സർജറി നിയർ വിഷൻ ഇവിടെ പറയുന്നത് N6ഉം N9ഉം ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐസൈറ്റിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കൽസ് അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഐ ക്ലിനിക്ക് പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എത്ര ഉണ്ടോ, നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആണോ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് ഓഫ് റിഫ്രാക്റ്റീവ് എറർ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മൈനസും പ്ലസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, ഡാപ്റ്ററിൻ്റെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. മയോപ്പിയ, ഹൈപ്പർ മയോപ്പിയ, മെട്രോപ്പിയ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ വേരിയേഷനൊക്കെ കൂടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കളർ പെർസെപ്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ല നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇയറിൻ നോസ് ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം നമ്മളെ ഫോളോ ചെയ്തിട്ട്. ഇനി നമ്മളിത് നോക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ഇതിലേക്കാണ് വരിക, വെബ്സൈറ്റിലേക്കാണ്. ഇവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡേറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതവിടെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതായിട്ട് ഇവിടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ RRBയുടെ ഒരു വീഡിയോ ആണ് ചെയ്തത്, അത് സെയിം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ SC/ST അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് താലൂക്ക് ഇഷ്യൂ ചെയ്ത് വാങ്ങണം. ഓക്കെ, പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ, വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ഉണ്ടാവുന്ന കൊടുത്താൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ RRBയുടെ ടെക്നീഷ്യൻ്റെ സയൻസ് ഇ ബുക്ക്, അതായത് 500-ന് മുകളിലുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനുള്ള ഒരു ഇ ബുക്ക് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ RPF, ഗ്രൂപ്പ് D, RRB, കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, ISROൻ്റെ ഒക്കെ വിവിധ ISRൻ്റെ ഒക്കെ ഇനിയും വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ അപ്ലൈ നൗ എന്നുള്ള ലിങ്കിലൂടെ ക്ലിക്ക് ചേർന്ന് കൊടുക്കുന്നു. ക്ലിക്ക് ചേർന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ, ഓൾറെഡി രജിസ്റ്റേർഡ്, വെരിഫിക്കേഷൻ, ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇൻസ്ട്രക്ഷൻ, ലോഗിൻ, ഓക്കെ, ദെൻ നമുക്ക് കോൺടാക്ടേഴ്സ്, ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാലും ക്ലിക്ക് ചെയ്താൽ ഒരുപാട് നിങ്ങൾക്കുള്ള സൊല്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ SSCയിൽ OTR ചെയ്തിട്ടുണ്ടാവും, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും, PSCയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ UPSCയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലോഗിൻ ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം, അതായത് OTR ചെയ്യണം. അപ്പോൾ UPSCയിൽ നമ്മൾ OTR ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ രജിസ്ട്രേഷൻ. ഇനി ഓൾറെഡി നമ്മൾ UPSCയിൽ മുൻപ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് ഗെറ്റ് OTP അടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് OTP നിങ്ങളിലേക്ക് വരും. അത് വെച്ച് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ ആണെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വെക്കുക, എന്നിട്ട് ഗെറ്റ് OTP എടുത്ത് OTP വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ OTR ID നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ID നമ്പർ ഉണ്ടാവും, ആ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടാവും, അതും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ലോഗിൻ ചെയ്യാം. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് നമ്മൾ അറിയാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുക, ജസ്റ്റ് വെരിഫൈ ചെയ്യാതെ സെയിം പേര് നമ്മളിവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അത് വെരിഫൈ ചെയ്യുക, വീണ്ടും മെയിലിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, അടിയിൽ നമ്മളത് വെരിഫൈ ചെയ്യണേ. ഓക്കെ, ഇവിടെ വെരിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഫാദറിൻ്റെ പേര് നമ്മൾ കൊടുക്കുക, ദെൻ വെരിഫൈ ഫാദറിൻ്റെ പേര് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യുക. ഒക്കെ റീടൈപ്പ് ചെയ്യണം, കാരണം എന്താ വെച്ചാൽ നമുക്ക് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫോം വരുന്നത്. ദെൻ നമ്മുടെ മദറിൻ്റെ പേര് കൊടുക്കുക, മദറിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ദെൻ പിന്നെ മൈനോറിറ്റി ആണോ, നിങ്ങളിപ്പം മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോ കൊടുക്കുക. മൈനോറിറ്റി ആണെങ്കിൽ ഇവിടെ മുസ്ലിം ഏതാണ്, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഹിന്ദു ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, വേറെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, നിർബന്ധമില്ല, ഒരു മൊബൈൽ നമ്പർ എന്തായാലും കൊടുക്കണം. പിന്നെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, വേറെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. പിന്നെ നമ്മളെ റോൾ നമ്പർ, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ ഉണ്ടല്ലോ, അത് നമ്മളിവിടെ കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, നമ്മുടെ പാസ്വേഡൊക്കെ നമുക്കത് മറന്നു പോയാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്, ചൈൽഡ്ഹുഡ് നെയിം ഏതാണ്, അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഫേവറേറ്റ് കളർ ഏതാണ്, അതൊക്കെ അതിന് ആൻസർ ഇവിടെ കൊടുക്കാം. അങ്ങനെ 2 ഇവിടെ കൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കുക. അതിൻ്റെ ആൻസർ നിങ്ങളുടെ ആൻസർ ഇതിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാം, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ കൊടുത്തു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കൂടെ അടിച്ചു കൊടുത്തു. ഞാനിതാ ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മളൊന്ന് കൺഫേം ചെയ്യുക, അല്ല ഓക്കെ ആണോ എന്ന്. ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അഗ്രി എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അഗ്രി എന്ന് കൊടുക്കുന്നു. അങ്ങനെ അഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് OTP നമ്മുടെ ഇതിലേക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ OTP നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ അടിച്ചു കൊടുക്കുക. ദെൻ നമ്മുടെ ഇമെയിലിലേക്ക് വന്ന OTP ഉണ്ടാവും, അതും ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ ഈ OTP നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ കൊടുക്കുക. ഇപ്പോൾ OTP വന്നതിന് നിങ്ങൾക്ക് റീസെൻ്റ് കൊടുത്തിട്ട് എന്നിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ. ഇപ്പം നമുക്ക് ഇനി UPSCയുടെ ഏത് എക്സാം വന്നാലും നമുക്കിതിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ OTR കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വേണം പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം. ഓക്കെ, അതിൽ OTR ID നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, OTR ID കാണാം. ആ ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ മെയിലിലേക്കും അതിൻ്റെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മെയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്വേഡൊക്കെ മെയിലിലേക്ക് അയച്ചു തരും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് മെയിലിലേക്ക് അയച്ചു തരും. ഇനി നമുക്ക് പാസ്വേഡ് വെക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. കാരണം നമുക്ക് OTP വെച്ച് ലോഗിൻ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ OTR ID അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും എന്താണ് നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചു തരും. മെയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് OTR ചെയ്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാമില്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്തെന്ന് കൊടുത്താൽ ലോഗിൻ പേജിലേക്ക് വരും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പേജിൽ തന്നെ അത് അവിടെ കാണാൻ ലോഗിൻ എന്ന് ബട്ടൺ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് വന്നു. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇമെയിൽ ID വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ OTR ID. OTR ID എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് വന്നത്, അതായത് ഈ ID ആണ് OTR ID. നിങ്ങൾക്ക് കാണാം മെയിലിലേക്കും വന്നിട്ടുണ്ടാവും. ഇതാണ് OTR ID. ഓക്കെ, ഇത് വെച്ചിട്ട് ഈ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാസ്വേഡ് ഉണ്ടാവും ഇതിൽ. പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും സുഖം എന്താ വെച്ചാൽ അവിടെ മൊബൈൽ നമ്പർ എന്നുള്ള എനേബിൾ ആക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID എനേബിൾ ആക്കി ജസ്റ്റ് നമുക്ക് ഇമെയിൽ ID കൊടുക്കുക. അതിന് ശേഷം നമ്മൾ OTP എന്നുള്ള മെയിലിലേക്ക് OTP വരും. ആ OTP അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇമെയിൽ വെച്ചിട്ട് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇമെയിൽ അടിച്ചു കൊടുത്ത് നമ്മൾ ഗെറ്റ് OTP എന്ന് കൊടുക്കുന്നു. നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ OTP വന്ന് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മെയിലിലേക്ക് OTP വന്നിട്ടുണ്ടാവും. നമ്മൾ കൊടുത്ത മെയിലിലേക്ക് അവിടെ അടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ക്യാപ്ച കോഡ് അടിച്ചു. ഇനി ഇവിടെ ലോഗിൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പേജിലേക്കാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം, OTR ചെയ്തത് ഇവിടെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണം ജെൻഡറൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ടു ചേഞ്ച് ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ, അഥവാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ നോക്കട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളൊന്ന് കറക്റ്റായിട്ട് നോക്കുക, എന്തെങ്കിലും എററോ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്ന് നമ്മളെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇനി ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു പാസ്വേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ OTR നമ്പറും നമ്മുടെ പാസ്വേഡും വെച്ച് നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെയിൽ IDയോ മൊബൈൽ നമ്പറോ വെച്ച് നമുക്ക് OTP ജനറേറ്റ് ചെയ്തിട്ടും ഇതിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ പല ഓപ്ഷൻസ് ഇതിലുണ്ടെന്നുള്ളൂ, കൺഫ്യൂഷൻ വേണ്ട. നമ്മളിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്ത പാസ്വേഡാണ് നമ്മുടെ മെയിലിലേക്ക് അവർ അയച്ചു തന്നത്. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഇതിനെ നമുക്ക് ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ സബ്മിറ്റ് കൊടുത്തപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് വന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോയുടെ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ അതിൻ്റെ സിഗ്നേച്ചറിൻ്റെ ഒക്കെ സൈസ് ഏകദേശം 300 KB കൂടാൻ പാടില്ല. ഫോട്ടോൻ്റെത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ആണ് ഏറ്റവും നല്ലത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ കാണാം. ഇന്ത്യൻ എക്കണോമിക് സർവീസ് എക്സാമിനേഷനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ക്ലോസിംഗ് ഡേറ്റ് 34 ഏപ്രിൽ 30 അത് ക്ലോസ് ആകുന്നത്. ഇപ്പോൾ നമുക്കിത് അവിടെ ഏറ്റവും താഴെ കാണാം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. ഇവിടെ നോക്കണം കേട്ടോ നിങ്ങൾ. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. എക്സാമിനേഷൻ 2024. ഇതിലിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ട് 1 രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കാണാം അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാണാം 14/5 ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇവിടുന്ന് കിട്ടും, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ട് 1 രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പാർട്ട് 1 രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങളുടെ
OTR വൺ ടൈം രജിസ്ട്രേഷൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പം മുൻപ് നിങ്ങൾ ചെയ്തവരാണെങ്കിൽ OTR കുറച്ച് മുൻപ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ. അപ്പം നമുക്ക് അപ്ഡേറ്റ് എപ്പോഴും നമുക്ക് OTR ഒരു തവണയൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫ് ടൈമിലാവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ID, മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കൊടുക്കണം കേട്ടോ. പിന്നീട് എപ്പോഴും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ OTR ഇപ്പം ചെയ്തിട്ടുള്ളതിൽ വേറെ വെരിഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും മെയിൽ ID യോ മൊബൈൽ നമ്പറോ എന്തെങ്കിലും മാറ്റം വരുത്താണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 1 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഇൻസ്ട്രക്ഷൻ ആണ്. അതൊക്കെ ഫുള്ള് വായിക്കുക. അതിന് ശേഷം നമ്മളിവിടെ യെസ് എന്ന് കൊടുക്കുക. ഒക്കെ വായിച്ചു റീഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ പാർട്ട് 1 രജിസ്ട്രേഷനിൽ നമുക്കിതാ അവിടെ നമ്മുടെ OTR ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിന് താഴെ ഇനി മുതൽ നമ്മളെ എക്സാമിനേഷൻ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നാഷണാലിറ്റി ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ SC ST OBC ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ SC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ഫീ റിലാക്സേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ഇനി OBC ആണെങ്കിലും കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. OBC ആണെങ്കിൽ നമ്മൾ നോൺ ക്രിമിലിയർ എന്നുള്ളത് കൊടുക്കണം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ക്രിമിലിയർ ആണോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ. നോ കൊടുത്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങൾ കൊടുക്കണം. ക്രിമിലിയർ ആണെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതായത് OBC കാൻഡിഡേറ്റ്സിൽ തന്നെ നമുക്ക് OBC നോൺ ക്രിമിലിയറും ക്രിമിലിയറും ഉണ്ട്. അതായത് 8 ലക്ഷത്തിനൊക്കെ മുകളിൽ വരുമാനമുള്ളവർ ക്രിമിലിയർ ആണ്, OBC ക്രിമിലിയർ ആണ്. അവർക്ക് ഈ പറയുന്ന ഫീ റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല. OBC നോൺ ക്രിമിലിയറിന് മാത്രമാണ് ഈ പറയുന്ന റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളിവിടെ നോ എന്ന് കൊടുക്കണം കേട്ടോ. ഇവിടെ നോ ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ജനറലാണ് കൊടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടി. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, നമ്മൾ അതിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ നമ്മളിവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി പാസ്ഡ് ദ ഡിഗ്രി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അത് കൊടുക്കുക. ഇനി നിങ്ങൾ എന്താണ് ഇപ്പോൾ നിലവിൽ ഫൈനൽ ഇയർ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ അവസാന വർഷം പഠിച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അപ്പിയറിംഗ് എന്നുള്ള. അപ്പോൾ ഞാൻ ഓൾറെഡി പാസ്ഡ് ആണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സാണ്. അഡ്രസ്സിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടുപേര് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഓരോ ഓർഡറിൽ അങ്ങനെയായിട്ട് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ. ദെൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ. ദെൻ പിൻകോഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. ദെൻ ഫോൺ നമ്പർ വിത്ത് ST കോഡ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ലാൻഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കുക. ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തോടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. അതായത് നിങ്ങൾ പറയുന്ന ഇപ്പം SC ST OBC ഒക്കെ ആണെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാമല്ലോ. 28 വയസ്സ് വരെ OBC അപ്ലൈ ചെയ്യാം, 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ എന്ത് ചെയ്യണം വെച്ചാൽ യെസ് എന്ന് കൊടുത്തിട്ട്, അപ്പോൾ അവിടെ നിങ്ങൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കാറ്റഗറി കോഡ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കൊടുക്കണം. അത് ക്ലിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരും കേട്ടോ. ഇതിപ്പം ഏജ് റിലാക്സേഷൻ കോഡ് 3 വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എക്സ് സർവീസ് മാൻ, അതുപോലെ സിവിലിയൻ, സെൻട്രൽ ഗവൺമെൻറ് സെർവൻറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് വന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ജനറലാണല്ലോ കൊടുത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട് 1 നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ജനറലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ജനറലായിട്ടുള്ള എനിക്ക് ഏജ് റിലാക്സേഷൻ കിട്ടാവുന്ന ഒരു സ്കീം ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ SC ST OBC നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് ഇവിടെ കാണിക്കും. ഓക്കെ. SC ST OBC നിങ്ങളുടെയും സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും, കോഡ് ഉണ്ടാവും. അതിൻ്റെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ SC ST OBC എന്ന് കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ പാർട്ട് 1 നമ്മൾ കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെയും കാണിക്കുന്നത്. ഞാൻ ഈ ജനറൽ കൊടുത്തുകൊണ്ടാണ് എനിക്കിവിടെ SC ST OBC കാണിക്കാത്തത്. ഓക്കെ. നിങ്ങൾ SC ST OBC ഏതാ വിചാരിച്ചാൽ നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് ഇവിടെ കാണിക്കാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ ഇപ്പോൾ നോ ആണ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID കാർഡ് നമ്മൾ എന്തിനാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റും, ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ. ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇതിന് ഫോട്ടോ ID കാർഡിൻ്റെ നമ്പർ ഇവിടെ ചോദിക്കുന്നത്, നമ്മൾ ആ നമ്പറോട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ഒന്നുപാടെ നമ്മൾ സെയിം നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം PDF ഫോർമാറ്റിൽ. ഓക്കെ. നമ്മൾ PDF ഫോർമാറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി എളുപ്പത്തിനാണ് കേട്ടോ. ഓക്കെ. ജസ്റ്റ് ഞാനിവിടെ ബ്രൗസ് ചെയ്തു, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് PDF ഫോർമാറ്റിലാക്കണം കേട്ടോ, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നത് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മീഡിയം ഓഫ് എക്സാമിനേഷനാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പേപ്പർ സെക്കൻഡിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് എന്ന് കൊടുക്കട്ടോ.
ഓക്കെ. ഇനി ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനുശേഷം എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഈ ലാസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ എക്സാമിനേഷൻ, മുൻപത്തെ എക്സാമിനേഷനിൽ നമ്മൾ അതിൽ സെലക്ട് ആയിട്ടുണ്ട്, അത് ഏതെങ്കിലും ഒരു എക്സാമിനേഷനിൽ നമ്മൾ മുൻപ് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യുക, തുടർന്ന് ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോ കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ നമുക്ക് അപ്ലോഡ് ഇവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. ഫയൽ ഹാസ് ബീൻ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ. നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ. ഓക്കെ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് എന്താണ് ഇവിടെ ഓക്കെ ആണെങ്കിൽ ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അഗ്രി എന്ന് കൊടുക്കുക കേട്ടോ. ഞാൻ ക്യാപ്ച കോഡ് അടിച്ചു അഗ്രി എന്ന് കൊടുക്കുന്നു. വൺസ് നമ്മളത് അഗ്രി ചെയ്താൽ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് വരുന്നത് ഇപ്പോൾ പാർട്ട് 1 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാം. അവിടെ നിങ്ങൾക്ക് കാണാം പ്രിൻ്റ് സ്ലിപ്പ് എന്നുള്ള ബട്ടൺ എടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ. ജസ്റ്റ് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പം തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇനി നമ്മൾ പേ എക്സാമിനേഷൻ ഫീ എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫീ അടിക്കണം. ഓക്കെ. ഇത് ഫീ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോ സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇവിടെ കാണാം SBI ബ്രാഞ്ചിൽ പോയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ചലാൻ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഫീ അടിക്കുകയാണെങ്കിൽ ഇവിടെ ചലാൻ ജനറേറ്റ് ചലാൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചലാൻ ജനറേറ്റ് ചെയ്ത് ഫീ അടിക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് എല്ലാ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI നമുക്ക് ഈ പറയുന്ന ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടിക്കാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ഓൾ ബാങ്ക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പേ ബൈ ഓൺലൈൻ എന്നുള്ള അടിയിലൂടെ കാണാം. നമ്മൾ കണ്ടിന്യൂ കൊടുത്താൽ മതി. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഡിക്ലറേഷൻ അഗ്രി ചെയ്യുക എന്നുള്ളതാണ് ഫൈനലായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ നമുക്കിത് നമ്മളൊരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട്, ആ ഒരു പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എക്സാം ഫീ ഒക്കെ കൊടുത്താലും ഇതിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടികൾ ഗവൺമെൻറ് ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഫൈനാൻഷ്യൽ ലോസ്, അതായത് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചു തരാൻ നിർവാഹമില്ല. അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ. താല്പര്യമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ പോകാവുന്നതാണ്. ഓക്കെ. പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ UPI ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ UPI ബാങ്ക് ഇത് സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, QR കോഡ് സെലക്ട് ചെയ്തിട്ട് കൺഫേം ഫീ അടയ്ക്കാം. ഫീ അടിച്ച് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. നിശ്ചിത രീതിയിലുള്ള ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ QR കോഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പാർട്ട് 1 ആണ് ചെയ്തത്. പാർട്ട് 2 ഈ പറയുന്ന പേയ്മെൻറ്റും അതുപോലെ ഈ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. പേയ്മെൻ്റ് അല്ല, ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യൽ കേട്ടോ. ഓക്കെ. ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലും പിന്നെ നമ്മുടെ എക്സാം സെൻറ്ററൊക്കെ നമ്മൾ സെലക്ട് ചെയ്യലും പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ അതുപാടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ നമ്മുടെ അപേക്ഷ ഫുൾഫിൽ ആവുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ. താങ്ക് യു.